Welcome to Vidya's vlog. ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. റവ വെച്ചിട്ടുള്ള ഓംലെറ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റവ വെച്ചിട്ടൊരു മുട്ട ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, സവാളയാണ് വേണ്ടത്. അത് ഞാൻ ചെറിയുള്ളി എടുത്തു. സവാള ആണെങ്കിൽ ഒരു സവാള എടുക്കാം. പിന്നെ മുട്ട 4 വേണം, എൻ്റെ കയ്യിൽ 3 മുട്ടയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് റവ കുറച്ച്, അതൊരു 1/4 കിലോ റവയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ. 4 മുട്ട, 1/4 കിലോ റവയ്ക്ക് 4 മുട്ട വേണം. 2 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവാള, പിന്നെ കറിവേപ്പില. ഇനി റവയാണ്. റവ നമ്മൾ ഇത് നന്നായിട്ട് അരിച്ച് നോക്കി വറുത്തെടുക്കണം. എന്നിട്ട് ഇഞ്ചി മുളകെല്ലാം കഴുകി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞ്, കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട്, ഉള്ളി അരിഞ്ഞ്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് അരിഞ്ഞ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് ഞെരടിയെടുക്കുക. കൈ വെച്ച് നന്നായി ഞെരടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണ റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. കാൽ കിലോ റവയാണ് എടുത്തത്. ലേശം കുറച്ചെടുത്ത്, 4 മുട്ടയാണ് 1/4 കിലോ റവയ്ക്ക്. അപ്പം ലേശം റവ ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് തന്നെ. ഉപ്പ് ഒഴിച്ച് നന്നായി ഞെരടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഇടണം എന്നില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. നന്നായിട്ട് പൊടിച്ചു. ഇനി നമുക്ക് മുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ടയും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തു. 3 മുട്ട ഒഴിച്ചപ്പോൾ ഇത് ലൂസായി വന്നില്ല. അപ്പോൾ ഒരു മുട്ടയും കൂടി ചേർത്ത് ഈ പരുവത്തിൽ നമ്മളിങ്ങനെ എടുക്കണം. ഈ പരുവത്തിൽ ആണ് കലക്കിയെടുക്കേണ്ടത്. 1/4 കിലോ റവയ്ക്ക് 4 മുട്ട എന്നാണ് കണക്ക്. അപ്പം ഇത് ഈ പരുവായിരുന്ന മുട്ടയോട് ചേർക്കുക. ഞാൻ ഇവിടെ 4 മുട്ട എടുത്തു. ഇനി നമുക്ക് ഇത് ഒരു ദോശപ്പാനോ ദോശക്കല്ലൊക്കെ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമായിട്ട് 4 മണിക്കൊക്കെ കഴിക്കാം. റവ ഓംലെറ്റ്. അപ്പോൾ ഇതെങ്ങനെ ചുട്ടെടുക്കണേ നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ദോശക്കല്ലാണ് വെച്ചത്. എന്നിട്ട് ദോശക്കല്ല് വെച്ചിട്ട് ചൂടായി നമ്മൾ എണ്ണ തടവി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ദോശക്കല്ലാണ് വെച്ച് കൊടുത്തേക്കണേ. ഇത് നമ്മൾ ഇങ്ങനെ ഒരു തവി കോരി ഒഴിച്ച് മെല്ലെ ഇങ്ങനെ ഒന്ന് പരത്തി നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ് പരത്തുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ റൗണ്ടിലൊന്ന് പരത്തിയെടുത്താൽ നല്ലതാണ്. എന്നിട്ട് പീസ് പീസായി മുറിച്ചെടുത്താൽ മതി. ഇത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്, അത് ചെറിയ ചെറിയ ഓംലെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
അടുത്ത വശമായി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഓംപ്ലേറ്റ് ചുട്ടെടുത്തു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.